make you fall in love. Just sit back and watch me work, 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 hey. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീഡിൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സച്ചു, എൻ്റെ കൂടെ സ്മിതയുമുണ്ട്, ക്യാമറയുടെ പുറകിലാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സച്ചുവാണ് നമുക്ക് വേണ്ടി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുന്നത്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തീ കുറച്ചിട്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഉറക്കെ പറ, പതിയെ പറയാതെ. ബീൻസ് ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. സെലറി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കിക്ക്. ഇനി ഇതൊന്ന് ഇളക്കി ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കുവാണ്. ആ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കുവാണ്. നീ വേവിച്ച് വിടുന്നു, ഇളക്കിക്കോ. മുറുക്ക പിടിക്കാനും നിൽക്കട്ടെ. നല്ലതായിട്ട് ഇങ്ങോട്ട് ഇളക്കി. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുക്കുവാണ്. മുട്ട ഒഴിക്കും. മുട്ട ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് നല്ലതായിട്ട് നമുക്കിത് ചിക്കി എടുക്കണം. നന്നായി അത് ചിക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ചോറൊക്കെ നമ്മൾ ഉപ്പിട്ട് വെന്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ചിക്കി കൊടുക്കുക. നമ്മളിപ്പോൾ മുട്ട ചിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. നന്നായിട്ട് മുട്ട ചിക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തിരിക്കുകയാണ്. മുട്ട ഞാൻ തന്നെയാണ് വാങ്ങിച്ച് ചിക്കി എടുത്തത്. അല്ലാതെ നമുക്ക് മുട്ടയൊന്നും കണക്കിന് ചിക്കി കിട്ടത്തില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മേടിച്ച് ചിക്കി എടുത്തു. ഇനി നമ്മൾ അതിലേക്ക് കഷ്ടപ്പെട്ട് ഇതെടുക്കുക. ചിക്കൻ എടുക്കുക. ഇനി നമ്മൾ ചിക്കൻ എടുത്ത് ഇങ്ങോട്ടിടുകയാണ്. ചിക്കൻ ഇട്ടു. ഇനി ഒന്ന് ഇളക്കിക്കേ. ഇവനൊക്കെ ഇത് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. ഈ കൂടെ ഇതൊക്കെ പഠിക്കുകയും ചെയ്യും. പിള്ളേരൊക്കെ എല്ലാം ചെയ്യാനായിട്ട് പഠിക്കണം അല്ലേ? എല്ലാവരും എല്ലാ ആഹാരമൊക്കെ വെക്കാൻ വേണ്ടി പഠിക്കണം. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആയി പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെറുപ്പത്തിലേ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിനകത്ത് ചെറുതായിട്ട് ചിക്കൻ നമ്മളെല്ലാം ഇട്ട് വറുത്തെടുത്ത് വെച്ചിരുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടി, മഞ്ഞൾ പൊടി, കോൺഫ്ലവർ, ഗരം മസാല എല്ലാം വെച്ച് നമ്മൾ വറുത്തെടുത്ത് പീസാക്കിയ ചിക്കനായിരുന്നു. അതപ്പോൾ ചിക്കനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുവാണ്. ആ തവി സൈഡിലോട്ട് വെക്ക്. എന്നിട്ട് ഈ ചോറെടുത്ത് അങ്ങോട്ടിടാം. തവി ഇതിനകത്ത് തന്നെ വെച്ചു. അങ്ങോട്ടിട്ടോ. ചോറിട്ട് കൊടുക്കുവാണ്. കുറച്ചിടും, കമത്തിയിടില്ല. ഈ നമ്മൾ കല്യാണ സ്ഥലത്തൊക്കെ വിളമ്പുന്ന പോലെയാണ് ചോറ് പിടിച്ച് വിളമ്പുന്നത്. അറിയാമല്ലോ, കല്യാണത്തിനൊക്കെ വിളമ്പാൻ പോകുന്നുണ്ടായിരുന്നോ? അറിയാമല്ലോ. എന്നാൽ കുഴപ്പമില്ല. കേറ്ററിംഗ് പണി ചെയ്തെന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞില്ല, ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പം നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കും. മുഴുവൻ ഇട്. എന്നാ കയറുന്നത് പോലെ ഇട്. ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇടണ്ട. അങ്ങനെ ഇടുമ്പോൾ അതെല്ലാം കൂടെ താഴോട്ട് പോകത്തില്ലേ? ഇട്ട് കൊടുക്കും. നമ്മൾ ചോറ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മാറ്റി വെക്കും. ഇനി ഇത് മിക്സ് ചെയ്യാണ്. വിശന്നിട്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. വിശന്നിട്ടാണ്. വിശപ്പ് വേണ്ട. വിശപ്പ് കൊണ്ടാണ്. വിശപ്പാണ് സാറേ ഇവൻ്റെ മെയിൻ.
നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിക്കുകയാണ്. കുറച്ച് സോയാ സോസ് മതി. മതി, കുറച്ച് മതി. അതിൻ്റെ ടേസ്റ്റിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിച്ച് തവിയുടെ മുകളിലാണ് ഒഴിച്ചത്. ഇനി ഇനി ടൊമാറ്റോ സോസ്, അല്പം ടൊമാറ്റോ സോസും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. എരിവ് ഞാൻ വലിയ താല്പര്യമൊന്നുമില്ല, അത് 1 ടേബിൾ സ്പൂൺ ഒന്ന് കുറച്ച് മതി. പിന്നെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കഴിച്ചു നോക്കാം. കുറച്ച് സോസ് ഒഴിക്കുക. സൈഡ് ഡിഷായിട്ട് സോസാണ്. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കഴിക്കാൻ തരുന്നുണ്ടോ? കുറച്ച്. ഞങ്ങളുടെ വീഡിയോ കണ്ടവർ തീർച്ചയായും വീഡിയോകളിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യണം. ഈ വീഡിയോ കണ്ടവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.